നിലവിൽ കേരളത്തിൽ UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കണ്ണൂരാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഭരിക്കുന്നത് LDF ആണ്. നമുക്കറിയാം, വലിയ വിവാദങ്ങൾക്ക് വേദിയായതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരണം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് സ്ഥാനം രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു. KK രത്നകുമാരിയാണ് പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത്. ആകെയുള്ള 24 ഡിവിഷനുകളിൽ LDFന് 17ഉം UDFന് 7ഉം സീറ്റുകളാണ് ഇവിടെയുള്ളത്. കണ്ണൂരിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDFന് വൻ ആധിപത്യമാണ്. ആകെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10ഇടത്ത് LDFും 1ഇടത്ത് മാത്രം UDFും. 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് LDF ഭരിക്കുന്നതെന്ന് കൂടി ഓർക്കണം. ഗ്രാമപഞ്ചായത്തുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. 71ൽ 56ഇടത്ത് ഇടതുമുന്നണിയും 16ഇടത്ത് മാത്രം UDFും. കണ്ണൂരിലെ 10 പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാതെയാണ് LDF ഭരിക്കുന്നത്. നിരവധി പാർട്ടി ഗ്രാമങ്ങളുള്ള ജില്ലയാണ് കണ്ണൂർ. എക്കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുമുന്നണി വലിയ നേട്ടമുണ്ടാക്കാറുണ്ട്. ഇത്തവണയും അതിൽ വലിയ മാറ്റമുണ്ടാവുമെന്ന് കരുതേണ്ടതില്ലെന്നാണ് കണ്ണൂരിൽ നിന്ന് ഇതിനോടകം തന്നെ വന്ന ഏകപക്ഷീയ വിജയങ്ങളുടെ വാർത്തകൾ വ്യക്തമാക്കുന്നത്. UDFന് ജില്ലയിൽ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. BJPക്ക് കണ്ണൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ റോൾ ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. കളത്തിൽ എന്ത് നടക്കുമെന്ന് ഇനി കണ്ടറിയണം.